ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനീഷ എഴുതിയിരിക്കുന്നതിന് പേരിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനീഷ. ഞാൻ വിവാഹിതയല്ല. പേര് സാങ്കല്പികമാണേ. ഞാൻ കേരളത്തിലൊരു സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ കല്യാണം ഈ അടുത്ത കാലത്തെങ്ങ് നടക്കും തോന്നുന്നില്ല. കാരണം വീട്ടിൽ കുറേ കടങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ജോലി ചെയ്ത് വീട്ടേണ്ടി വരും. അതുമാത്രമല്ല, എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. ശമ്പളം കുറവാണെങ്കിലും പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇവിടെ വന്ന് ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ താമസിച്ചു. 4 പെണ്ണുങ്ങളാണ് ഒരു മുറിയിൽ. 3000 രൂപ കൊടുക്കണം, ഭക്ഷണവും താമസത്തിനും കൂടെ. ഞാൻ അങ്ങനെ 6 മാസം കഴിഞ്ഞു മാഡം. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ജീവിതം ശരിക്കും ദുസ്സഹമായി തീർന്നു. കൊതുക് അത് വേറൊരു വഴിക്ക്. പിന്നെ നോക്കുമ്പോൾ ഭക്ഷണവും ശരിയല്ല. എനിക്കാണെങ്കിൽ ഇതൊന്നും ആരോടും പറയാനുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത റൂമിലൊരു പെൺകുട്ടി. അവൾ ഇങ്ങോട്ട് വന്നതിനോട് മിണ്ടുകയായിരുന്നു. എൻ്റെ സെയിം സിറ്റുവേഷനാണ് അവളുടേതെന്ന് എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ളവർക്കൊക്കെ എന്താണെന്നറിയില്ല. ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡല്ല. ഏത് കൊതുകുണ്ടെങ്കിലും ഭക്ഷണം ശരിയല്ലെങ്കിലും അവർ കിടന്ന് ഉറങ്ങുകയും സന്തോഷമായിരിക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് പറ്റുന്നില്ല. ചെറിയ സെറ്റപ്പിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാലും ദാരിദ്ര്യമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും അനുഭവിച്ചിട്ടില്ല. കടങ്ങളുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാവിഷായിട്ട് നടന്നവരാണ് ഞങ്ങൾ. ഇവിടുന്ന് എവിടെയെങ്കിലും മാറണം, നല്ല ഹോസ്റ്റലുണ്ടോ എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്വേഷിക്കാൻ തുടങ്ങി. എവിടെ പോയാലും 5000 രൂപ കൊടുക്കണം. അത് ബഡ്ജറ്റ് നമുക്ക് മുതലാകുകയില്ല. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞത്, എടി വേറൊരു വഴിയുണ്ട്. എൻ്റെ അമ്മയുടെ ബന്ധുവാണ് ഒരു ചേച്ചി. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ്. നമുക്ക് വന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അവരിപ്പോൾ തനിയാണ്. ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അത് കഴിഞ്ഞതിൽ പിന്നെ ആരുമില്ല. ഒരു മകനുണ്ട്, വിദേശത്തോ മറ്റോ ആണ്, വിവാഹിതനാണ്. പിന്നെ ഒരു മകളുണ്ടായിരുന്നത് മരിച്ചുപോയതുമാണ്. ഹസ്ബൻഡും മകളും മരിച്ചുപോയ ശേഷം അവർ ഒറ്റയ്ക്കാണല്ലോ, മകനും വരുന്നില്ല. അപ്പോൾ ആ വലിയ വീട്ടിൽ താമസിക്കാൻ കൂടെ ആരുമില്ലെന്നൊക്കെ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ എന്നോട് പറഞ്ഞതാണ് അവിടെ നിൽക്കാൻ. പക്ഷേ അവിടെ ആൾക്കാർ മരിച്ചു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ട്രൈ ചെയ്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്ന നല്ലതെന്ന്. അവരെ സത്യം പറഞ്ഞാൽ ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ പറഞ്ഞപ്പം ചേച്ചി എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ മരിച്ചുപോയ വീട്ടിൽ താമസിക്കാൻ അവർ താമസിക്കുന്നില്ലേ, അവർക്ക് പേടിയൊന്നുമില്ല, പിന്നെ നമുക്ക് താമസിച്ചാൽ എന്താ. അവൾ പറഞ്ഞുടി, നീയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ താമസം ശരിയാക്കാം. ആൻറ്റിയാണെങ്കിൽ പാവമാണ്, വാടക നമ്മൾ കൊടുക്കേണ്ടി വരില്ല. പിന്നെ അത് മാത്രമല്ല ഇഷ്ടം പോലെ പണമുള്ള ആളാണ്, അല്ലാതെ ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ നിനക്ക് ആദ്യം പരിചയപ്പെട്ടപ്പോഴേ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തപ്പോഴേ ഇത് പറയാൻ വയ്യായിരുന്നു. എടി എനിക്ക് പേടിയായതുകൊണ്ട് പറയാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രേതവും ഭൂതവും നിന്നെ പിടിക്കില്ല, എന്നെ ആൻറ്റി എന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു. അവൾ ഞാനും കൂടെ ഞായറാഴ്ച ദിവസം ആൻറ്റിയുടെ അടുത്തേക്ക് പോയി. വലിയൊരു വീട് മാഡം, നല്ല സൂപ്പർ സെറ്റപ്പ്. ആ വീട്ടിൽ അവർ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ സഹായത്തിന് പകൽ ആളുകളുണ്ട്. ഇഷ്ടം പോലെ പണമുണ്ട്. അവരുടെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചു പോയത്. മകള് സ്കൂട്ടർ ആക്സിഡൻറ്റിലും. അവർ ആ കഥകളൊക്കെ പറഞ്ഞു. പക്ഷേ ഇവള് പറഞ്ഞതുപോലെ ശോകമുഖമായ രീതിയിലൊന്നുമല്ല. അവർ സന്തോഷവതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർക്ക് പ്രത്യേകിച്ച് ഒരു ദുഃഖഭാവമൊന്നും ഞാൻ കണ്ടില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളെ പോലെ തോന്നി. പിന്നെ അവർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവൾ എൻ്റെ ബന്ധുവാണല്ലോ. പിന്നെ അതുമാത്രമല്ല, വേറെ ആരെങ്കിലും ഇവിടെ രാത്രിയിലൊക്കെ താമസിപ്പിക്കാൻ എനിക്ക് മടിയാണ്. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ രണ്ടുപേരും വന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നെ രണ്ടുപേരും ആൻറ്റി എന്ന് വിളിക്കരുത്, ചേച്ചി എന്ന് മാത്രമേ വിളിക്കാവൂ. അതെന്താ ആൻറ്റി അങ്ങനെ? ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ എന്തോ ഒത്തിരി പ്രായമുള്ള പോലെ തോന്നും. എന്നെ ചേച്ചി എന്ന് വിളിച്ചാതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആൻറ്റി വിളി മാറ്റി ചേച്ചി എന്നാക്കി. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടും കുടുക്കയും എടുത്ത് അവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങിയത്. മുകൾ നിലയിലെ ഒരു മുറിയാണ് ഞങ്ങൾക്കുള്ളത്. താഴ്വശത്തെ നിലയിലെ ഒരു മുറി മകളുടേതാണ്. അത് അടച്ചിട്ടിരിക്കുകയാണ്, അവർ തുറക്കാറേയില്ല. മുകളിൽ വേറെ മുറികളുണ്ട്. വിശാലമായൊരു വീട്. നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ ചെന്ന അനുഭൂതിയാണ് ഞങ്ങൾക്കുണ്ടായത്. അവൾക്കാണെങ്കിൽ ഇത്തിരി പേടിയുള്ളത് കൊണ്ട് എന്നെ ഒട്ടിയാണ് എപ്പോഴും കിടക്കുന്നത്. ഒരു പേടിത്തൊണ്ടിയാണ് എൻ്റെ സുഹൃത്ത്. എന്തായാലും അവൾ വഴിയാണല്ലോ ഇങ്ങനെ നല്ലൊരു താമസ സൗകര്യം കിട്ടിയത്. ഞാൻ ഓർത്തു, എന്തായാലും ചേച്ചിക്ക് കുറേ സഹായങ്ങൾ ചെയ്യണം. അവർ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഇടയാക്കരുത്. അതുകൊണ്ട് തന്നെ 5:30 ആകുമ്പോഴേക്കും ഞാൻ എഴുന്നേൽക്കും മാഡം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യും. എൻ്റെ കൂട്ടുകാരിയും ഇതിന് താമസിച്ച് എഴുന്നേൽക്കുകയുള്ളൂ. ആദ്യമൊക്കെ ചേച്ചിനോട് പറഞ്ഞു, എടി ഇവിടെ ജോലിക്കാരിയുണ്ട്, നീ എന്തിനാണ് എഴുന്നേൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ജോലിക്കാരിയുണ്ട്,
ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അവർ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നില്ലല്ലോ. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ചേച്ചി ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെക്കാൾ നന്നായി ഞാൻ പല വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചു. അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായി. മോളെ, നിനക്ക് ഇത്ര നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാമായിരുന്നു. ജോലിക്കാരി പെണ്ണ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടും, അത്രേ ഉള്ളൂ. ഞാനും പാചകം ചെയ്ത് പരിശീലിച്ചിട്ടില്ല. അവളുടെ രുചിയിലൊക്കെ ഞാൻ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയിരുന്നു. ഇപ്പോൾ നീ വന്നപ്പോഴാണ് യഥാർത്ഥ രുചി എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. അതോടുകൂടി ആ വീടിൻ്റെ സർവ്വസ്വാതന്ത്ര്യവും എനിക്ക് കിട്ടി. എൻ്റെ പാചകം കൊണ്ട് ചേച്ചിയും എൻ്റെ സുഹൃത്തും എന്നെ ഒത്തിരി അഭിനന്ദിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ശമ്പളം ഇത്തിരി മിച്ചമായി. ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന തുക കൂടുകയും ചെയ്തു. വളരെ രസകരമായി ഞങ്ങൾ അവിടെ ജീവിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എന്നെ ഫോണിൽ വിളിച്ചു, മോളെ ഇങ്ങോട്ടൊന്ന് വരാൻ. ഞാനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെന്നു. രാത്രി 12 മണിയായി കാണും. എൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ കൂർക്കം വലിച്ച് ഉറക്കമാണ്. അവളെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് വിചാരിച്ച് ഞാൻ താഴെ ചെന്നു. അവിടെ മുറി ചാരിയിട്ടിരിക്കുകയാണ്. ഞാൻ തുറന്നു കഴിഞ്ഞപ്പോഴുണ്ട് ചേച്ചി അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് കട്ടിലിൽ. ഞാൻ ചോദിച്ചു എന്താണെന്ന്. മോളെ, എനിക്കൊരു അബദ്ധം പറ്റിയടി, നിൻ്റെ കയ്യിൽ പാടിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്. ആഹാ, ഇതിനായിരുന്നോ? എങ്കിൽ വിളിച്ചപ്പോഴേ ചേച്ചിക്ക് അങ്ങ് പറയാൻ മേലായിരുന്നോ, ഞാൻ എടുത്തോണ്ട് വരില്ലേ? അപ്പോൾ പറഞ്ഞു, മോളെ ഇവിടെ ഇരിക്കുക, പാട് വെച്ച് കഴിഞ്ഞാൽ ശരിയാകുമോ എന്നൊന്നും എനിക്കറിയില്ലെന്ന്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, ഡേറ്റ് ആയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഡേറ്റ് ആയതല്ല മോളെ. ഞാൻ ചോദിച്ചു എന്താ ഈ പറയുന്നത്, എന്തെങ്കിലും തെളിച്ചങ്ങ് പറ, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉള്ളതുള്ള പോലെ പറഞ്ഞല്ലേ നമുക്കതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല. നല്ല വേദനയുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ചേച്ചി പ്ലീസ് എന്താണെന്ന് വെച്ചാൽ പറയൂ, എങ്കിലല്ലേ എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയെടുത്ത് ഒന്ന് തലോടിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു, മോളെ, ഭർത്താവൊക്കെ മരിച്ചിട്ട് ഒത്തിരി കാലമായല്ലോ, ഞാൻ തനിയെ താമസിക്കുകയല്ലേ, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചില തെറ്റായ തീരുമാനങ്ങളുണ്ടായി. എന്താ ചേച്ചി? മോളെ, ഞാൻ ഫേസ്ബുക്കിൽ നിന്നും മറ്റും ചില ചെക്കന്മാരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഇപ്പം എന്ത് പറ്റി, അവരെന്തെങ്കിലും വന്ന് ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ചേച്ചി പറഞ്ഞു, ഉപദ്രവിച്ചതല്ല മോളെ, ഇപ്പോൾ വന്നത് ഒരു 23 വയസ്സുള്ളൊരു ചെക്കനായിരുന്നു. 1 മണിക്കൂർ മുമ്പാണ് അവൻ വന്നത്. എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമായിട്ടാണ് ഞാൻ ക്ഷണിച്ചത്. വന്നു കഴിഞ്ഞപ്പോൾ ചെക്കന് വെറൈറ്റി വേണമെന്ന് നിർബന്ധം. അപ്പോൾ അവൻ പിൻവാതിലിലൂടെ അകത്തേക്കൊരു പ്രവേശനം വേണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇത്രയുമായിട്ടും അതിനൊന്നുള്ള ഒരു കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ധൈര്യമോ ഇല്ലായിരുന്നു. പക്ഷേ അവനെ നിർബന്ധിച്ച് മോളെ, സ്നേഹത്തോടു കൂടി ആ സമയത്ത് ഞാൻ അവന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ ഇറങ്ങി നടന്നു. മോളെ, ആ സമയത്ത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് കരുതി ഞാൻ സഹിച്ചു. പക്ഷേ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും വലിയ ഗുലുമാലായി. അത് കണ്ട് ചെക്കനും പേടിച്ചു. സത്യം പറഞ്ഞാൽ അവൻ എന്നോട് പേടിച്ച് ടാറ്റ പറഞ്ഞ് സ്ഥലം പിടിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇത്തിരി ഭീകരമാണ് മോളെ, ഞാൻ കൂടി ഞെട്ടിയിരിക്കുകയാണ്, എനിക്ക് തല കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും പരിഭ്രാന്തിയായി. എനിക്കും ഇത്തരമൊരു സിറ്റുവേഷൻ മാനേജ് ചെയ്ത് യാതൊരു വിധത്തിലും ഒരനുഭവമില്ല. പക്ഷേ എൻ്റെ അച്ഛന് പൈൽസ് ഉണ്ടായിരുന്നു. ചില അവസരങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും പുള്ളി ഐസ് പാക്ക് എടുത്ത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിയുമ്പോഴേക്കും ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ അരമണിക്കൂറോളം ഇരിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അതും ഇതും ഏകദേശം ഒരുപോലല്ലേ. അതുമാത്രമല്ല, ഞങ്ങളുടെ ഫേമിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ്സും ഈ അടുത്ത കാലത്താണ് നടന്നത്. എന്നാൽ പിന്നെ ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരിയോട് നാണം വിചാരിക്കാതെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി സഹകരിച്ചു. ചേച്ചിയെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവർക്ക് എന്തിൻ്റെ കേടാണ്? തകർന്നു പോയ നാഷണൽ ഹൈവേ പോലെയുണ്ട്, കണ്ടാൽ പേടിയാകും. എന്തായാലും പഞ്ഞിയൊക്കെ ചേച്ചി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനെല്ലാം വൃത്തിയാക്കി. ആ സമയത്ത് അവരെ സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് തോന്നിയിരുന്നുള്ളൂ. പണ്ടായിരുന്നെങ്കിൽ നേഴ്സിംഗ് പഠിക്കാനൊക്കെ എനിക്ക് വലിയ ആഗ്രഹവുമായിരുന്നു. എന്തായാലും അപ്പോൾ ഞാൻ അവരെ സഹായിച്ചു മാഡം. അത് കഴിഞ്ഞ ശേഷം ഐസ് പാക്കൊക്കെ ഞാൻ എടുത്തു വെച്ച് അവർക്ക് ഒരു സ്വസ്ഥത കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഒന്ന് നിന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഇളം ചൂടുവെള്ളത്തിലിരിക്കാൻ
കൊണ്ടുവന്ന് അങ്ങനെ അവിടെ ഇരുത്തിപ്പിച്ചു. ഏകദേശം 2 മണിയായി. പുള്ളിക്കാരിക്കൊന്ന് സ്വസ്ഥമായി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ മോളെ ഇനി എന്ത് ചെയ്യും, നാളെയും വലിയ പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിച്ചു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് പേടിയാ, ഞാൻ വരില്ലെന്ന്. അതിപ്പോൾ കൊള്ളാം, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വെളുപ്പാകാറാകട്ടെ, ആ സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവരുമായിട്ട് എനിക്ക് ജസ്റ്റ് പരിചയമുണ്ട്, അവരെ വിളിച്ച് ചോദിക്കാം, അവരെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം 5:45 എഴുന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സിസ്റ്ററെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പൊട്ടിച്ചിരിച്ചു. ആർക്ക് വേണ്ടിയാണെന്ന് അവർക്കറിയില്ലല്ലോ. അവർ പറഞ്ഞു മോളെ ഞാൻ 1-2 ഓയിൻമെൻറ്റ് അയച്ചു തരാം, അതിലേതെങ്കിലും ഒരെണ്ണം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് നീ ഒന്ന് പുരട്ടി നോക്ക്, അതുമാത്രമല്ല പിന്നെ പെയിൻ കില്ലറും കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു സമാധാനമായി. ഉറങ്ങിയ കൂട്ടുകാരി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഉണർന്നു വന്നപ്പോഴേക്കും സാധാരണ പോലെയാണ് അവൾ കണ്ടത്. പക്ഷേ ചേച്ചിക്ക് ഇത്തിരി പനിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവളോട് പറയലെന്ന് ചേച്ചിയോട് പറഞ്ഞിരുന്നു, കാര്യം ബന്ധുക്കളല്ലേ, അതുകൊണ്ടൊരു ചമ്മൽ. എന്തായാലും അവൾ ഡ്യൂട്ടിക്ക് പോയി. ഞാനന്ന് ലീവ് എടുത്തു. 8:30 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി ഓയിൻമെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് തേച്ച് ഒക്കെ റെഡിയാക്കി. ഒരു 4 മണിയായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർ പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടി കട്ടിൽ നിന്ന് എഴുന്നേറ്റത്. എന്നോട് അവർ ഒത്തിരി നന്ദി പറഞ്ഞു. മോളെ ഏകദേശം ഓക്കെ ആക്കി. ഞാൻ പറഞ്ഞു ഒരാഴ്ചയെങ്കിലും ഓയിൻമെൻറ്റ് തേക്കണം, ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടരുത്. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തത് വളരെ പാവമായിരിക്കുന്ന ഒരു ചേച്ചിയാണെന്നാണ്. ചേച്ചിയുടെ ഉള്ളിൽ ഇത്രയ്ക്കും കൊതിയൂറുന്ന പല സംഭവങ്ങളുമുണ്ടോ? ഞങ്ങൾ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. മോളെ ആദ്യമൊക്കെ ഞാൻ ദുഃഖിച്ചിരുന്നു, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സൗന്ദര്യത്തിന് ആരാധകരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ വിഷാദങ്ങളും പറന്നുപോയത്. പണമുണ്ട്, വീട്ടിൽ മകളും ഭർത്താവും മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിനക്കൊരു കാര്യം അറിയാമോ? എൻ്റെ മകൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ കാമകൻ്റെ കൂടെ ഏതോ റിസോർട്ടിൽ പോയി ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അവസാനം തിരിച്ചു വരുന്ന സമയത്താണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ എന്തിനാണ് ദുഃഖിക്കുന്നതൊരു കണക്കിന്, എന്തിനാണെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ അന്ന് തുടങ്ങി ആരും അറിയാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്നെ സ്നേഹിക്കുന്ന പലരെയും പലപ്പോഴായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെക്കനോട് എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ അനുസരിക്കാൻ എനിക്ക് തോന്നി. ആദ്യം വന്നപ്പോൾ അത്ര പ്രശ്നമില്ലായിരുന്നു, ഇതിനൊന്നും അവൻ നിർബന്ധിച്ചില്ല. എനിക്കൊരു പ്രണയം പോലെ തോന്നി മോളെ. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ എല്ലാത്തിനും ഒരുപെട്ടങ്ങിറങ്ങി, അതുകൊണ്ടാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ ഇനി ചേച്ചി അവനെ വിളിച്ചു വരുത്തുമോ? ഇനി അവനോട് ഞാൻ സ്ട്രിക്റ്റായിട്ട് പറയും, ഇത് പറ്റില്ല. അവനാണെങ്കിൽ എന്നെ നടുക്കടലാക്കി ഇറങ്ങിപ്പോയല്ലോ, അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു. മോളെ നിൻ്റെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള അലുകുലത്തിനൊന്നും ഞാനില്ല. ഇനി എന്നെ സ്നേഹിക്കുന്നവരെയോ എൻ്റെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയോ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇനി ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഞാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവർ സെറ്റിലായി. പിന്നെ 1 മാസത്തോളം പുള്ളിക്കാരി അടങ്ങി ഒതുങ്ങിയിരുന്നു. എന്നിട്ട് ഒരു ദിവസമായപ്പോൾ വൈകുന്നേരം എന്നോട് പറഞ്ഞു, മോളെ എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇപ്പോഴെല്ലാം ഭേദമായി. ഇനിയെങ്കിലും ഞാൻ എൻ്റെ പ്രവേശന കവാടത്തിലേക്ക് പ്രവേശന പരീക്ഷ എഴുതാനുള്ള ആളുകളെ വിളിച്ചു തുടങ്ങട്ടെ. ഒത്തിരി പേര് ക്യൂ നിൽക്കുകയാണ്, ചാറ്റ് പോലും ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ചേച്ചിയുടെ കാര്യങ്ങൾ വേണ്ട എന്ന് പറയാൻ ചേച്ചിയുടെ മോളല്ല ഞാൻ, പക്ഷേ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാനത് സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തോടൊന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ചാടി വന്നു. നിങ്ങൾ തമ്മിൽ എന്തോ രഹസ്യമുണ്ടെന്ന് എനിക്ക് കുറേ നാളായിട്ട് തോന്നുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സംഭാഷണത്തിൽ കൂടി എനിക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടി. സത്യം ഇവിടെ എന്താ നടന്നത് എന്ന് പറഞ്ഞ് അവൾ ചാടി വീണു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ സമ്മതിക്കുന്നില്ല. അവളാണെങ്കിൽ പിണങ്ങുന്ന മട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 2 പേരും കൂടി കഥ പറഞ്ഞു. അത് കേട്ട് അവൾ ആദ്യം അലറി ചിരിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം മൂക്കത്ത് വിരൽ വെച്ചു. എടി കള്ളിത്തള്ളേ, ഞാൻ ആൻറ്റിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിന്ന് വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചാൽ മതി. എനിക്ക് 18 പോലും തികഞ്ഞിട്ടില്ല എന്നായിരുന്നല്ലോ ആൻറ്റിയുടെ ഭാഷ്യം. എന്നിട്ട് ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? കേട്ടിട്ട് ചിരി വരുന്നു. അതുമാത്രമല്ല എടി, നിന്നെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത്, ഇപ്പോൾ നീ അകത്തെ മന്ത്രിയായോ, ഞാൻ ഔട്ടായോ? നിങ്ങൾ 2 പേരും എന്നോട് എന്താ രഹസ്യങ്ങളൊന്നും പറയാതിരുന്നേ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, മോളെ പ്ലീസ്, എടി നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് വിചാരിക്കും? നീ ശരിക്കും എൻ്റെ ബന്ധുവല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവളെ കൊണ്ട് ഇതൊക്കെ മാനേജ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, അത് കൊള്ളാം, എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എനിക്കും 2-3 പേരോട് ഇങ്ങനെയുള്ള ചാറ്റുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടി. എടി ആരുമായിട്ട്? നീ ഇതുവരെ എന്നോട്
പറഞ്ഞില്ലല്ലോ. അതല്ല മോളെ, സോഷ്യൽ മീഡിയ വഴി 2-3 പേരെ എന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ആരാടിയത്, ആരാ എന്ന് പറഞ്ഞ് ചേച്ചി പെട്ടെന്ന് ചാടി വീണു. അയ്യടാ, കിളവിയുടെ ഒരു ആക്രാന്തം കണ്ടോ? അപ്പോൾ അവൾ അവരുടെ ഫോട്ടോയും പ്രൊഫൈലൊക്കെ കാണിച്ചു. അത് കാണിച്ചപ്പോഴേക്കും ചേച്ചി, ദൈവമേ, ഞാൻ വിചാരിച്ചത് എൻ്റെ കസ്റ്റഡിയിലാണ് ഏറ്റവും നല്ല സുന്ദരന്മാരുള്ളതെന്നാണ്. എടി, ഇവർ 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണല്ലോ. എൻ്റെ പൊന്നുമോളെ കണ്ടിട്ട് അവരെ തട്ടിപ്പറിച്ചെടുക്കാൻ തോന്നുന്നു പറഞ്ഞു. അവൾ പറഞ്ഞു, പിന്നെ അവരാണെങ്കിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണെന്ന്. ആ, നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്താ, മറ്റു പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുകയില്ലയോ? നിന്നെ കല്യാണം കഴിക്കാമെന്നല്ലോ. അവരുടെ ചാറ്റൊക്കെ കണ്ടില്ലേ, നിന്റെ തിരിച്ചുള്ള ചാറ്റും കൊള്ളാമല്ലോടി. നിനക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, പക്ഷേ ഇവരുമായിട്ട് നല്ല ചാറ്റിംഗ് ഉണ്ട്. ആ, ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഡീലാണ്. എന്താ ആൻറ്റി എന്ന് അവൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, എടി, ഞാൻ അനുവദിക്കാം നിന്നെ ഈ വീട്ടിൽ അവരുമായി ആനന്ദ നടനമാടാൻ. പക്ഷേ ഗോൾ അടിച്ചു കഴിയുമ്പോഴേക്കും നീ ഗോള് ആൻറ്റിയുടെ പോസ്റ്റിലേക്ക് പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, അതൊക്കെ കോംപ്ലിക്കേറ്റഡ്, ശരിയാകില്ല. അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി നീ പറ, ഇതുപോലെ ഞാൻ താമസിക്കുന്നത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ്. ആൻറ്റി തനിയാണ്, ഭർത്താവില്ല. ഇവിടെ വേണമെങ്കിൽ സ്ഥലവും സൗകര്യവുമുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ആൻറ്റിക്കും താലമെടുത്ത് നിങ്ങൾ ദീപമേറ്റേണ്ടി വരും എന്ന് പറഞ്ഞു നോക്ക്. അതിന് സമ്മതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവർക്കൊരു ചാൻസ് കൊടുക്ക്. അങ്ങനെ നിനക്ക് അനുഭവങ്ങൾ ആദ്യമായി ഉണ്ടാകുകയും 1 മാസമായി മെയിൻ്റെനൻസ് വർക്കിലായിരുന്ന നാഷണൽ ഹൈവേ എനിക്ക് തുറന്നു കൊടുക്കാനും പറ്റും എന്ന് പറഞ്ഞു. അത് കിട്ടുന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാതെ എന്ന് പറഞ്ഞപ്പോൾ, പൊടി, നിനക്കൊന്നും അറിയില്ല, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ ഞാനും അവൾ നോക്കിക്കേ ഒരേ തൂവൽ പക്ഷികളാണ്. നീ മുകളിലത്തെ മുറിയിലല്ലേ, അവിടെ ആരും വരുന്നില്ല. അവളും താഴേക്കിറങ്ങി വന്നോളും, ഒരു പ്രശ്നവുമില്ല. അവൾ ആദ്യം, രണ്ടാമത് ഞാൻ വിളക്കേറ്റും. അതിനെന്താ, നിനക്കൊരു പ്രശ്നവുമില്ല, നിന്നെ അത് ബാധിക്കുന്നുമില്ല, നിന്നെ അത് നിർബന്ധിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ശരിയാ, അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമല്ലോ, ഞാൻ എന്തിനാണ് അവരെ തടയുന്നത്? അങ്ങനെയാണ് അവൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തിയത്. അങ്ങേരെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു മാഡം, ഞാൻ കട്ടൻ്റെ പിന്നിൽ കൂടെയാണ് കണ്ടത്. എന്തായാലും ഞാനിവിടെ താമസിക്കുന്നുണ്ടെന്ന് പറയരുതെന്നാണ് പറഞ്ഞത്. 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ആദ്യത്തെ കഥ. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, സുന്ദരന്മാരെയൊക്കെ സ്വന്തമാക്കാൻ ഇവർക്ക് 2 പേർക്കും എന്തൊരാക്രാന്തമാണ്. അവർക്ക് സ്വതവേ അതിനോട് താല്പര്യമുണ്ട്. എനിക്കാണെങ്കിൽ പഴംപുരാണങ്ങളും പറഞ്ഞ് സദാചാരങ്ങളും പറഞ്ഞ് കല്യാണം നടക്കില്ല, വീട്ടിലേക്കാടോ, ഒന്നും എൻജോയ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയില്ല. അവർ നോക്കിക്കേ ഗോളടിക്കുന്നതും. എനിക്കാണെങ്കിൽ ഒരു മണ്ണും മണ്ടാക്കട്ടെ ഇല്ല. ഞാനാണെങ്കിൽ മുകളിൽ കയറിപ്പോയെങ്കിലും എൻ്റെ മനസ്സ് നന്നായി ഇടിക്കുന്നുണ്ടായിരുന്നു. അവർ 2 പേരും അവരുടെ ലോകത്തേക്ക് കടക്കുന്നു. ഞാൻ മാത്രം ഒന്നുമില്ലാത്തൊരു സ്ത്രീ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവരിങ്ങനെ തുടർച്ചയായി ഒരു കേളിക്കൊട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ചേച്ചിയോട് പറഞ്ഞു, മോളെ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ദേ വമ്പനൊരു കോൾ വന്നിട്ടുണ്ട്, നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കസിൻ ഇവിടെ ഉണ്ടെന്ന്. ഇവളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷേ അത് നിന്നെയാക്കാം, അങ്ങേർ നിൻ്റെ അടുത്ത് വന്നോട്ടെ, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി. പക്ഷേ പുള്ളി നല്ലൊരു പിടിവള്ളിയാണ്, ഇഷ്ടം പോലെ കാശുണ്ട്. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും അതെടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ, നിങ്ങളെ ഞാൻ തീറ്റിപ്പോറ്റുന്നില്ലേ, അത് മതി. ഇതിപ്പോൾ നിനക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്, ശല്യമില്ലാതെ നിനക്ക് ആദ്യം തന്നെ രക്ഷപ്പെടാൻ മോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് പേടിയാണെന്ന്. പുള്ളിക്കാരി പിന്നെയും നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇങ്ങനെയാകാമെങ്കിൽ എനിക്കും എന്താ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പണവും ചേർന്നൊരാളെ ഞാൻ സ്വീകരിച്ചത്. പക്ഷേ അതെൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു മാഡം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ മാത്രം തഴക്കവും പഴക്കവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ബുദ്ധിമുട്ടില്ലാത്ത ബന്ധം അദ്ദേഹം എനിക്ക് കരഗതമാക്കി തന്നു. എന്തോ എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് 3-4 വട്ടം അടുപ്പിച്ച് വരികയും ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ചേച്ചിയെല്ലാം വിസ്തരിച്ച് പറഞ്ഞിരുന്നു. അങ്ങേർ അടുത്തൊരു ചില തേടി പോകുന്നതിന് മുമ്പ് എനിക്ക് സാമാന്യം നല്ലൊരു തുക തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ കടം ഒറ്റയടിക്ക് ഞാൻ തീർത്തു. ലോൺ എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം മാറി സ്വസ്ഥയായി. കുറച്ച് ബാങ്കിൽ മിച്ചമുണ്ട് മാഡം. ഇപ്പോഴും അവർ 2 പേരും വളരെ ആക്റ്റീവാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ തീരുമാനമെടുത്തു, എന്തായാലും എനിക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല, അവരുടെ പാതയിലേക്ക് ഞാനില്ല. പക്ഷേ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ എനിക്ക് പഴയതുപോലെ അവരുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹമില്ല. എൻ്റെ മനസ്സിൽ നല്ല കുറ്റബോധമുണ്ട്. നാളെ എന്നെ ഒരാൾ കല്യാണം കഴിക്കാൻ വരുമ്പോഴേക്കും അയാൾക്ക് വേണ്ടി കാത്തു വയ്ക്കാൻ എനിക്കൊന്നുമില്ലോ എന്നോർക്കും. ഞാൻ ശരിക്കും ഒരു വിവാഹ ജീവിതത്തിന് അർഹയാണോ മാഡം? എനിക്ക് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയാണ്. എൻ്റെ ജീവിതം സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിലും വിവാഹം എന്ന് ഓർക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കടങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് വീട്ടുകാരെനിക്ക് വിവാഹം ആലോചിക്കും. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. ടെൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു എന്നുള്ള കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ട് പലതവണ. അപ്പം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇതിൽ. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിങ്ങളുടെ ഒരു ആവേശത്തിനും അതുപോലെ തന്നെ പ്രയോജനത്തിനും വേണ്ടി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നു. അയാൾ പിന്നെ ശല്യത്തിനൊന്നും വന്നില്ല. അങ്ങനെ വേറെതോ ചില തേടി പോയി. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കടം തീരാൻ മാത്രമുള്ള ഒരു പണം തരികയും ചെയ്തു. മനുഷ്യർക്ക് ചിലപ്പോഴൊക്കെ വളഞ്ഞ വഴികൾ നോക്കേണ്ടി വരും. എല്ലാ സമയത്തും സ്ട്രെയിറ്റ് ഫോർവേഡായിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളത്തരമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉലക്ക മേളിൽ നിന്ന് കൊണ്ടുതരുമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാര്യം ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക് വഴിവിട്ട് സഞ്ചരിക്കേണ്ടി വരും. തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ആ തെറ്റ് വലിയൊരു ഗുണമുണ്ടാക്കിയ കാര്യമായതുകൊണ്ട് നിങ്ങൾ സമാധാനിക്കണം. പക്ഷേ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിലേക്ക് ഇനി പോകില്ല, ഞാൻ നിർത്തി, ഇനി ആ വഴിക്ക് ഞാൻ പോകാതെ നല്ല രീതിയിൽ ജീവിക്കും എന്ന് തീരുമാനം എടുക്കുന്നൊരു മൈൻഡില്ലേ, അതാണ് ഏറ്റവും പ്രാക്ടിക്കലായുള്ള മൈൻഡ്. നമ്മൾ പാവമാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഒരു മനുഷ്യരും ക്ലിയർ അല്ല. എല്ലാ മനുഷ്യർക്കും ഇതല്ലെങ്കിൽ പല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് തിരുത്തി മുന്നേറാം എന്ന് വിചാരിക്കുന്നിടത്തോട്ട് നമ്മൾ നല്ല മനുഷ്യരാണ്. അതായത് പുതിയ മനുഷ്യർ തന്നെ വിചാരിച്ചോളൂ. നമുക്ക് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഇല്ലാതെ നല്ല സത്സ്വഭാവികളായ ആളുകളാണെന്ന് തന്നെ വിചാരിക്കുക. നമ്മുടെ തെറ്റുകൾ നമ്മൾ മായ്ച്ചിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കവിടെ പുതുതായി ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ പാസ്റ്റുകൾ നമ്മളെപ്പോഴും തലയിൽ ചുമക്കേണ്ട കാര്യമില്ല. എപ്പോഴാണോ നമ്മളുടെ മനസ്സ് നന്നാകുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരമാണെങ്കിലും നമ്മുടെ ചുറ്റുപാടാണെങ്കിലും നന്നായി നമ്മൾ നല്ല മനുഷ്യരാണെന്ന് വിശ്വസിക്കുക. അതിൽ കൂടുതൽ അതിനെ ചുമക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ട് പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പുതിയ മനുഷ്യരായി മാറുക. എല്ലാവർക്കും തിരുത്താൻ അവസരമുണ്ട്. അത് യൂട്ടിലൈസ് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്. തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് വലുതായി ദുഃഖിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നല്ലൊരു ജീവിതം നേരുന്നു. ചുറ്റുപാട് നടക്കുമ്പോൾ തന്നെ വേണ്ട, അത് ഞാൻ നിർത്തി, അവരുടെ കാര്യത്തിൽ ഓക്കെ, അവരെന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ആ സിറ്റുവേഷനിൽ നല്ല ബോൾഡായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും നന്നായി നിൽക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു പ്രശ്നവുമില്ല. ആ ആശങ്കകളൊക്കെ കളയുക, നന്നായി ജീവിക്കുക.